guys, welcome again to Phil's Dimensions. അപ്പോൾ നമുക്ക് എങ്ങനെ 3ds Maxൽ പ്ലാൻ വരയ്ക്കാം എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായ ഹൗ ടു മോഡൽ 3D walls അല്ലെങ്കിൽ ഹൗ ടു മോഡൽ 3D buildings in 3ds Max എന്നുള്ളതിൻ്റെ സെക്ഷനിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഓക്കെ, ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പ്ലാൻ കണ്ടു എന്ന് വിശ്വസിക്കുന്നു എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് 3ds Maxൽ. ആൻഡ് സെക്കൻഡ് വീഡിയോയിൽ നമുക്ക് 3D walls ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 3D പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ 3ds Maxൽ പ്ലാൻ റെഡിയാണിപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്ലാനിനെ 3D ആക്കാൻ പോവുകയാണ്. സോ ഗോയിങ് ടു പെർസ്പെക്റ്റീവ് വ്യൂ. സോ അതിന് നമ്മൾ ഈ ഒരു ഫുൾ സ്ക്രീൻ വ്യൂവിൽ നിന്ന് പെർസ്പെക്റ്റീവ് വ്യൂവിലോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ 4 ക്വാഡ് വ്യൂ നമുക്ക് കാണാനായിട്ട് Alt W പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഇവിടെയുണ്ട്. റൈറ്റ് സൈഡ് കോർണറിൽ ഡൗൺ റൈറ്റ് സൈഡ് കോർണറിൽ മാക്സിമൈസ് വ്യൂ പോർട്ട് ടോഗിൾ എന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ? സോ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് Alt W പ്രസ് ചെയ്യാം. ഇങ്ങനെ വരും. സോ ടോപ്പ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാം, ലെഫ്റ്റ് വ്യൂ കാണാം, പെർസ്പെക്റ്റീവിലും ടോപ്പ് വ്യൂവിലും മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ വരച്ചേക്കുന്ന ഒരു സാധാരണ പേപ്പറിലോട്ട് നമ്മൾ ടോപ്പ് ചെയ്യുന്ന താഴോട്ട് നോക്കുന്ന വ്യൂവിലാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ടോപ്പ് വ്യൂ എന്ന് പേര് വന്നത് തന്നെ. ആൻഡ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാം. പെർസ്പെക്റ്റീവിൽ കണ്ട് നമുക്ക് വലുതായിട്ട് പ്ലാനിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സൂം ചെയ്ത് നോക്കാം. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി വാൾസ് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. സോ അതിനു വേണ്ടി ഇപ്പോൾ വാൾസിന് വേണ്ടിയുള്ള ലൈൻസ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ഞാനപ്പം അതിൽ ഒരു ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, ഇതാ നോക്കിയോ, ഞാൻ ഐസൊലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. റൈറ്റ് ക്ലിക്ക്, ഐസൊലേറ്റ്. കണ്ടോ, നമുക്ക് പ്ലാൻസ് 3D പ്ലാനിന് വേണ്ടിയുള്ള വാൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള എക്സ്ട്രൂഡ് ചെയ്യാനുള്ള ലൈൻസ് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ചെയ്യുന്നു, ലൈനിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് മോഡിഫൈയിൽ പോകുന്നു. മോഡിഫൈയിൽ പോയിട്ട് മോഡിഫൈ ലിസ്റ്റിൽ നിന്ന് എക്സ്ട്രൂഡിന് വേണ്ടി പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈയുടെ സീരീസ് ഫുൾ ഇവിടെ എത്തും. ആൽഫബറ്റിക് ഓർഡറിലുള്ള ഓപ്ഷനിൽ നോക്കുമ്പോഴത്തേക്ക് ആ കാറ്റഗറിയിൽ എക്സ്ട്രൂഡ് എത്തി. എക്സ്ട്രൂഡിനെ ക്ലിക്ക് ചെയ്തു. ആൻഡ് എമൗണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 300 ഹൈറ്റ് ഓൾറെഡി ഇവിടെ നോർമലി പലരും കൊടുത്ത് കണ്ടിട്ടുണ്ട്. എക്സ്ട്രൂഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടലി 300 അങ്ങ് ഓൾറെഡി ആദ്യം വേഗം കൊടുക്കും. കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുന്നത്, ഡോറിൻ്റെയും വിൻഡോയ്ക്കും വേണ്ടിയുള്ള ആ ഒരു ഹോൾസ് ബോക്സ് വെച്ചിട്ട് ബൂളിയൻ ചെയ്താൽ കളയും. അത് കളയുന്ന സമയത്ത് പലപ്പോഴും ബൂളിയൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബൂളിയൻ ആവശ്യമില്ലാത്ത കുറേ സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യും ബൂളിയൻ ചെയ്യുന്ന സമയത്ത്. അത് പിന്നെ നമുക്ക് ഒരു വോളെ തന്നെ കസ്റ്റം കളേഴ്സോ അല്ലെങ്കിൽ കസ്റ്റം ക്ലാഡിങ്സോ ഒക്കെ കൊടുക്കാനുള്ള ടെക്സ്ചറിങ്ങിന്റെ പോർഷൻസ് വരുന്ന സമയത്ത് പോളിഗൺസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിൽ കൂടുതൽ പോളിഗൺസ് ഉണ്ടാവും. അപ്പോൾ പോളിഗൺസിന്റെ ആ ഒരു സെലക്ഷൻ കുറച്ചുകൂടെ നമുക്ക് ടൈം ഡ്രാഗിങ് ആയിരിക്കും. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതിനേക്കാൾ ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവരും കണ്ടിട്ടുള്ളതാണ് വീടിന്റെയും പണികളും പിന്നെ ഇഷ്ടിക വെക്കുന്നതും ജനലിന്റെ അല്ലെങ്കിൽ ഡോറിന്റെ കട്ടള വെപ്പും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന പോർഷൻ രീതി എന്താ വെച്ചാൽ ആദ്യം കുറച്ച് വരെ ജനൽ വെക്കാനുള്ള പോർഷൻസ് വരെ കട്ട കെട്ടി പൊക്കും. എന്നിട്ട് അവിടെ ജനൽ പ്ലേസ് ചെയ്യും, ജനലിന്റെ ഫ്രെയിംസ്. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഡോറും പ്ലേസ് ചെയ്യും. ഡോറിന്റെ ഫ്രെയിം പ്ലേസ് ചെയ്യും. ജനലിന്റെ ഫ്രെയിമും ഡോറിന്റെ ഫ്രെയിമും അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം പിന്നെയും ബാക്കി മേലോട്ട് സൈഡുകൾ 2 ജനലുകളോ ഒരു ജനലിന്റെയോ ഡോറിന്റെയോ ഇടയ്ക്കത്തെ പോർഷനോ ആയിട്ടുള്ള ബാക്കി കട്ട കെട്ടേണ്ട പോർഷൻ കട്ട കെട്ടും. അതിനുശേഷം ജനലിന്റെ ഫ്രെയിമും ഡോർ കട്ടലയുടെ ഫ്രെയിമും എല്ലാം പ്ലേസ് ചെയ്തതിന് ശേഷം അതിന്റെ മേളിലോട്ടുള്ള പോർഷൻ പിന്നെ കട്ട കെട്ടി പൊക്കും. അങ്ങനെയാണല്ലോ പോകുന്നത് നോർമലി കാണുമ്പോൾ. നമ്മളിവിടെയും അതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കട്ട കെട്ടുക എന്ന് പറയുന്നതിന് ഓരോ ഇഷ്ടിക എടുത്ത് പെറുക്കി വെക്കുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കില്ലേ. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ജനലിന്റെ ആ ഹൈറ്റ്, ജനലിൽ ഇരിക്കേണ്ട ആ പൊസിഷൻ വരെ നമ്മൾ അതിനെ പൊക്കുന്നു. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എമൗണ്ടിൽ വന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ പാരാമീറ്റേഴ്സിനകത്ത് എമൗണ്ടിൽ വന്നിട്ട് ഞാൻ 90 വാല്യൂ കൊടുക്കുന്നു. 90 സെന്റിമീറ്റർ. ഓക്കെ, സോ 90 ഈസ് അപ്പ് ദെയർ. ഓക്കെ, F4 ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ആ സെഗ്മെന്റ്സ് ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് അതിന്റെ എഡ്ജസ് കാണാൻ പറ്റും. ഓക്കെ, F4 പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിവിടെ എഡ്ജ്ഡ് ഫേസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എഡ്ജ്ഡ് ഫേസസ് നമുക്ക് കാണാൻ എന്താ ഉദ്ദേശം മനസ്സിലായത് നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഇത് നോക്കിയോ, ഇത് ഞാൻ എഡ്ജ്ഡ് ഫേസ് ഓഫ് ആക്കിയാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കോർണറിൽ നിങ്ങൾ നോക്കിക്കോണം എന്താ സംഭവിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ആ ഒരു ലൈൻ ഒരു
ഹൈലൈറ്റിംഗ് ലൈൻ ഇവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ അത് പ്രസ് ചെയ്താൽ നമുക്ക് ഹൈലൈറ്റിംഗ് ലൈൻ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെ എഡ്ജസ് എവിടെയൊക്കെയാണ് ഓരോന്നിൻ്റെ നിന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിന് വേണ്ടിയാണ്. അപ്പോൾ എന്താ കാര്യം, നമുക്കിവിടെ 90 എന്നുള്ളൊരു വാല്യൂ ഞാൻ കൊടുത്തു, 90 വരെ ഹൈറ്റിൽ പൊക്കി വെച്ചു. ഇനി ഇവിടെയാണ് നമ്മൾ കട്ടളകൾ, ജനലിൻ്റെ കട്ടളകൾ പ്ലേസ് ചെയ്യുന്നത്. ഈ പൊങ്ങി നിൽക്കുന്ന ഈ പൊസിഷൻ, ഈ ഒരു ഏരിയാസിൽ വേണ്ടിടത്തെല്ലാം. സോ അപ്പോൾ അത്രയും ഹൈറ്റ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ എനിക്ക് ഇവിടുന്ന് മേലോട്ട് ഹൈറ്റ് കൂട്ടണം. സോ ഹൈറ്റ് കൂട്ടണമെങ്കിൽ എന്താ പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം, ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ദാറ്റ്. വൈ? ബിക്കോസ് ഇൻ ദ സബ് ഡിവിഷൻസ്, സി ലൈനിൽ വെർട്ടെക്സും സെഗ്മെന്റും സ്പ്ലൈനും ഈ 3 സബ് ഡിവിഷൻസേ ഉള്ളൂ. എക്സ്ട്രൂഡ് ആക്കി 3D ആക്കിയെങ്കിലും ആ 3D കംപ്ലീറ്റ് ആയിട്ട് പെർമനന്റ് 3D ആയിട്ട് മാറിയിട്ടില്ല. 3D ആയിട്ട് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. മോഡിഫയർ വെച്ചിട്ട് ഐ ഓഫ് ചെയ്താൽ 3D അല്ല, ആക്ച്വലി 3D ആയിട്ട് തോന്നിപ്പിക്കലാണ്. അപ്പോൾ നമുക്ക് 3Dയുടെ എല്ലാ സബ് ഡിവിഷൻ മോഡൽസിലോട്ടും സബ് ഡിവിഷൻസിലോട്ടും കടന്ന് എന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതിനെ ആക്ച്വലായിട്ട് പെർമനന്റ് ആയിട്ടുള്ള 3D ആക്കി മാറ്റിയേ പറ്റൂ. ഇപ്പോൾ അത് ലൈനാണ്. ലൈനിന്റെ സബ് ഡിവിഷൻസ് ആകെ നമുക്ക് വെർട്ടെക്സും സെഗ്മെന്റും സ്പ്ലൈനേ ഉള്ളൂ. നമുക്കിവിടെ എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യുമ്പം സൈഡുകൾ കാണുന്നുണ്ട്, പക്ഷേ ഈ സൈഡ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല അൺടിൽ ആൻഡ് അൺലെസ് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആവുന്നത് വരെ. ഓക്കെ, സോ ഞാനിതിനെ ഇതിന്റെ മേളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കുന്നു. കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോണം, റൈറ്റ് സൈഡിൽ എക്സ്ട്രൂഡും ലൈനും വെർട്ടെക്സും കണ്ട സ്ഥലത്ത് എന്താ വരാൻ വന്ന് നോക്കിക്കോ, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി. അപ്പോൾ നോക്കി കണ്ടോ, സബ് ഡിവിഷൻസ് മാറി. വെർട്ടെക്സ്, എഡ്ജ്, ബോർഡർ, പോളിഗൺ, എലമെന്റ്. നമുക്ക് ബോർഡർ ആവശ്യമില്ല, വെർട്ടെക്സും എഡ്ജും പോളിഗണും എലമെന്റും ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു 5 അതേ റെസംബ്ലൻസ് മീൻസ് അതിന്റെ അതേ റെപ്രസെന്റേഷൻ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് താഴെ കാണുന്നത്. സെലക്ഷൻ, വെർട്ടെക്സ്, സെഗ്മെന്റ് കണ്ടോ, ഇവിടെ സെലക്ട് ആവുന്നുണ്ടോ, ബോർഡർ, പോളിഗൺ ആൻഡ് എലമെന്റ്. ആൻഡ് അതിന്റെ ഷോർട്ട് കട്ട്സ് കീബോർഡിൽ നമുക്കുണ്ട്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഞാൻ കീബോർഡിൽ പ്രസ് ചെയ്യുവാണ്. 1, 2. നിങ്ങൾക്ക് കാണാം എൻ്റെ ആ ഒരു മൗസ് പോയിന്റ് ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ 1 പ്രസ് ചെയ്തു, 2 പ്രസ് ചെയ്തു, 3 പ്രസ് ചെയ്തു, 4 പ്രസ് ചെയ്തു, 5 പ്രസ് ചെയ്യുന്നു. അപ്പം ഓർത്തോണം, 1 is equal to vertex and 2 for edge, 3 for border, 4 for polygon and finally 5 for element. ഇനി ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യം ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ എങ്ങനെ 3Dയിൽ വാൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് ഈസി പോയിന്റ്സ്, ടൈം സേവിങ് പോയിന്റ്സ്, അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റതിലോട്ടൊന്നും കൂടുതൽ കടക്കുന്നില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഇതിന്റെ മേളിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു ഫേസിനെ അല്ലെങ്കിൽ ഈ ഒരു പോളിഗണിനെ ആക്സസ് ചെയ്യണം. സോ പോളിഗൺ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ പോളിഗൺ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തു. കണ്ടോ, പോളിഗൺ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ വെർട്ടെക്സ് ആക്ടിവേറ്റ് ചെയ്തിട്ട് പോയാൽ എന്താ പ്രശ്നം, വെർട്ടെക്സ് മാത്രമായിരിക്കും ആക്റ്റീവ് ആവുന്നത്. കണ്ടോ, എഡ്ജ് ആണെങ്കിലോ, എഡ്ജ് എന്ന് പറയുമ്പോൾ ഈ പോർഷൻ മാത്രമല്ലേ വരത്തുള്ളൂ. സോ നമുക്ക് പോളിഗൺ ആക്സസ് ചെയ്യണമെങ്കിൽ പോളിഗണിനെ ക്ലിക്ക് ചെയ്യുക, ഇവിടുത്തെ പോളിഗൺ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ പോളിഗൺ സബ് ഡിവിഷനിലോട്ട് നമ്മൾ ഇറങ്ങി. ദെൻ ഞാൻ ഈ ടോപ്പിൽ നിൽക്കുന്ന എല്ലാ പോളിഗണിനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്യുക, സെലക്ട് ചെയ്യുക, അടുത്തതിനെ സെലക്ട് ചെയ്യുക, അടുത്തതിൻ്റെ ടോപ്പ്, അടുത്തതിൻ്റെ ടോപ്പ്, അടുത്തതിൻ്റെ ടോപ്പ്, ആൻഡ് അടുത്തതിൻ്റെ ടോപ്പ്, അടുത്തതിൻ്റെ ടോപ്പ്, ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് പീസ്. ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മോഡിഫൈ ലിസ്റ്റിൽ നിന്നുള്ള എക്സ്ട്രൂഡ് നമ്മൾ ഓൾറെഡി എടുത്തിട്ട് അതിനെ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനിയും മോഡിഫൈ ലിസ്റ്റിൽ എക്സ്ട്രൂഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് വേറൊരു എക്സ്ട്രൂഡ് ഇവിടെ ഓൾറെഡി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അത് റൈറ്റ് ക്ലിക്ക് ക്വാഡ് മെനു, ഇതിന് ക്വാഡ് മെനു എന്ന് നമ്മൾ പറയും. ക്വാഡ് മെനു എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സെന്ററിൽ 4 ബോക്സസ്, ബ്ലൂ ബോക്സസ് കാണുന്നുണ്ട്. ഈ ബ്ലൂ ബോക്സിന് ഡയഗണലി മേലോട്ട് നോക്കുന്ന ഏരിയയാണ് ഒരു മെനു. ഇവിടുന്ന് താഴോട്ട് വേറൊരു മെനു, ഇവിടുന്ന് ഈ സൈഡിലോട്ട് വേറൊരു മെനു, ഇവിടുന്ന് ഈ സൈഡിലോട്ട് വേറൊരു മെനു. 3D Maxലെ ക്വാഡ് മെനു എന്ന് പറയുന്ന ആ സാധനമാണ് ഈ കാണുന്നത്. സോ ക്വാഡ് മെനുവിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ വന്നാൽ നിങ്ങൾക്ക് കാണാം എക്സ്ട്രൂഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്ട്രൂഡ്, ഈ എക്സ്ട്രൂഡിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സ്ട്രൂഡിന്റെ സെറ്റിംഗ്സ് ബോക്സ് ഉണ്ട്. സെറ്റിംഗ്സ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വാല്യൂസ് കിട്ടും. ഈ വാല്യൂസ് കണ്ടോ, വാല്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ വാല്യൂസിൽ നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വാല്യൂസ് കൊടുക്കാം. എത്ര വാല്യൂസ് കൊടുക്കാം? നോർമലി ബൈ ഡിഫോൾട്ട് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 120 ആണ്. 120 ഞാൻ കൊടുക്കുകയാണ്. 120 കൊടുക്കുക, എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. സോ 120 കൊടുത്ത് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. തൽക്കാലത്ത് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം വിടവുകൾ കാണാം. എന്തൊക്കെ വിടവുകൾ നോക്കിയാൽ ഇവിടെയൊക്കെ ജനലും ഡോറും ഒക്കെ വരേണ്ട വിടവുകളാണ്. അത് അങ്ങനെ തന്നെ നിർത്തിയേക്കുവാണ്. ഞാനിപ്പം കട്ടള വെപ്പിന്റെ പരിപാടികളൊന്നും നടത്തിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല, മനസ്സിലാവുന്നില്ല. ബട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. താഴെ കണ്ടില്ലേ, എല്ലാ വിടവിൻ്റെയും താഴെ ഒരു റെക്ടാങ്കിൾ പീസ് വെച്ചേക്കുന്ന കണ്ടില്ലേ, അത് ആ ഒരു ജനലിൻ്റെയും ഡോറിൻ്റെയൊക്കെ ആ ഡയമെൻഷൻ അനുസരിച്ച് ഒരു റെഫറൻസ് സ്ക്വയേഴ്സോ റെക്ടാങ്കിൾസോ വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇനി നമുക്ക് ഇത്രയും വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ അതുകൂടി ചെയ്തിട്ട് പോകാം. സോ പോളിഗൺ വന്നിട്ട് ഇവിടെ ഇനിയും എന്താ വെച്ചാൽ ഈ ജനൽ വെക്കുന്നതിൻ്റെ പോർഷൻ്റെ വിടവുകൾ നികത്തുക.
അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആകെ മെയിൻ ഡോറ് ഈ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. മെയിൻ ഡോർ കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന പോർഷൻസ് വേറെ ഇല്ല. ഒരു ടെറസ് ഏരിയ ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടെറസ് ഏരിയയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുക്കള വാതിലോ വെളിയിലോട്ട് പോകുന്ന വേറൊരു വാതിലോ ഒന്നും ഇവിടെ ആവശ്യമില്ല. ടെറസിലോട്ട് ഇറങ്ങാനായിട്ട് ഒറ്റ വാതിൽ മതി മേളത്തെ പോർഷനിൽ. സോ തൽക്കാലം അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ അന്നേരം ബാക്കിയുള്ളതെല്ലാം ഫ്രണ്ടിലുള്ള ഇതൊഴിച്ച് ബാക്കിയുള്ള പോർഷൻസ് ഫുള്ള് വിൻഡോസ് ആണ് നമുക്കറിയാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ പോകുമ്പോൾ താഴെയുള്ള എല്ലാം, ഇപ്പോൾ ഈ ചെറിയത് കാണുന്നത് വെന്റിലേഷൻ ആണ് കേട്ടോ. ഈ കാണുന്നത് വെന്റിലേഷൻ ആണ്, ഇപ്പുറത്ത് കാണുന്നത് വെന്റിലേഷൻ ആണ്. എന്തിൻ്റെ വെച്ചാൽ 2 ടോയ്ലറ്റ് ഉണ്ട്. 2 ടോയ്ലറ്റ് ഇങ്ങേയറ്റവും ഈ സൈഡിലും ഈ സൈഡിലും ഉണ്ട്. മേളിലുള്ളത് 2 ബെഡ്റൂമാണ്, ലെഫ്റ്റും റൈറ്റും 2 ബെഡ്റൂം. അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള, അറ്റാച്ച്ഡ് അല്ല ഓപ്പൺ ആയിട്ടുള്ള 2 കോമൺ ടോയ്ലറ്റ്സ് ലെഫ്റ്റും റൈറ്റിലും ഉണ്ട്. അല്ല, ഒന്ന് കോമൺ ടോയ്ലറ്റ് ആണ്, ഒന്ന് ഇവിടെ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട്. 2 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കോമൺ ടോയ്ലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ഈ വിടവുകൾ നികത്താൻ വേണ്ടി പോവാണ്. സോ വിടവുകൾ നികത്താൻ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പോളിഗൺ ഓപ്പോസിറ്റ് ഉള്ള ബോർഡ് ജനലിന്റെ സൈഡിലെത്തുന്നു. ഒരു പോളിഗണിനെ ചൂസ് ചെയ്തു, താഴത്തെ ഓപ്പോസിറ്റ് ഉള്ള മറ്റൊരു പോളിഗനെ കൺട്രോൾ പോളിഗൺ ചൂസ് ചെയ്തു. എന്നിട്ട് റൈറ്റ് സൈഡ് ഇവിടെ വന്ന ബ്രിഡ്ജ് ഓപ്ഷൻ ഉണ്ട്. സോ ബ്രിഡ്ജ് ചെയ്തു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ഹോൾഡ് അതിനെ സെലക്ട് ചെയ്യുന്നു, ഓപ്പോസിറ്റിനെ ബ്രിഡ്ജ്. അപ്പോൾ അവിടെ കണ്ടോ, ആൻഡ് ക്ലിക്ക് ഇവിടെ നല്ല നൈസ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഔട്ട് കട്ട്സിന് വേണ്ടിയുള്ള ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയുള്ള ലൈൻസ് ഇവിടെ ഓൾറെഡി റെഡിയാണ്. അപ്പോൾ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. സോ ബ്രിഡ്ജ് ചെയ്തു, ആൻഡ് നെക്സ്റ്റ് വരുന്നു, കൺട്രോൾ ക്ലിക്ക്, ബ്രിഡ്ജ് ചെയ്തു. അടുത്തത് നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. സോ ക്ലിക്ക് ആൻഡ് ക്ലിക്ക്, ബ്രിഡ്ജ്, എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വളരെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷനാണ്. സോ അവിടെ നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇനിയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇതിൻ്റെ ഏറ്റവും മേളിലോട്ട് കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടാനുണ്ടല്ലോ, ലിൻറ്റൽ അല്ലെങ്കിൽ ബെൽറ്റിന് മേളിലോട്ടുള്ള പോർഷൻസ്. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ആൻഡ് ക്ലിക്ക് എല്ലാത്തിനെയും സെലക്ട് ചെയ്യുന്നു, ആ മേളത്തെ പോളിഗൺസിനെ എല്ലാം. ഇനി എന്താ വേണ്ടത്, 90 + 120 = എത്ര വരും? അത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്, 210 കിട്ടിയിട്ടുണ്ട് അല്ലേ. 210 എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഒരു ഡോറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. മെയിൻ ഡോറിന്റെ ഹൈറ്റ് 210 ആണ്. അപ്പോൾ 210 മേലോട്ട് നമുക്ക് പറയുമ്പോൾ എത്ര വേണം? 300 ആവാനായിട്ട് ഇനി 90 വേണം. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും എക്സ്ട്രൂഡിൽ പോകുന്നു. എക്സ്ട്രൂഡിൽ പോയിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക്, നേരത്തെയുള്ള വാല്യൂ ഓൾറെഡി വന്ന് കിടക്കും. സോ 120 എന്നുള്ള വാല്യൂന് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് 90 ആക്കണം. ആൻഡ് ക്ലിക്ക് എൻ്റർ ബട്ടൺ, ആൻഡ് ഫൈനലി ടിക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ടു ഫൈനലൈസ് ദ വാല്യൂ. ഓക്കെ, ആൻഡ് അവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ജനൽ പോർഷൻ ഇത്രയേ ഉള്ളൂ. ജനലിന്റെ മേളത്തെ പോളിഗൺസ് ഓപ്പോസിറ്റ് ഉള്ളതിനെയും നമുക്ക് ക്ലോസ് ചെയ്യാനുണ്ട്. സോ സെലക്ടഡ്, make sure the two opposite sides polygons are selected, and then go to bridge and click on the bridge, and you have it. Okay, then same process നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ബാക്കിയുള്ള ഏരിയയിലെല്ലാം. ഓക്കെ, bridge, select and click bridge, opposite polygons വീണ്ടും choose ചെയ്യുക and click on the bridge button. And finally ഇത് ഫിനിഷ് ആയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഒന്നുകിൽ ഇവിടെ നിന്ന് പോളിഗണിന്റെ ബട്ടനെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ 4 പ്രസ് ചെയ്യുക ഓഫ് ആക്കാനായിട്ട്, സബ് ഡിവിഷൻ മോഡിൽ നിന്ന് വെളിയിൽ വരാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൗസ് മൂവ് ചെയ്യുകയാണെങ്കിൽ പോളിഗൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുപോലെ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. സോ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് ആവശ്യം കഴിഞ്ഞാൽ അതിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് ഏത് മോഡിഫയറിന്റെ സബ് ഡിവിഷനിലാണോ നിൽക്കുന്നത്, ഞാൻ പോളിഗണിലാണ് നിൽക്കുന്നത്, പോളിഗണിന്റെ ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുക. മീൻസ് 4 ആണെങ്കിൽ 4ൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പോളിഗണെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ പോളിഗൺ ഇവിടുന്ന് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് ഇതിലൊന്നൊരു ക്ലിക്ക് ചെയ്താൽ അത് ഓഫ് ആയി പോകും. ഓക്കെ, സോ വി ആർ നൗ ഔട്ട് ഓഫ് ദ പോളിഗൺ, ഔട്ട് ഓഫ് ദ സബ് ഡിവിഷൻ മോഡ്. ഓക്കെ, സോ അതവിടെ കഴിഞ്ഞു. ഇനിയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 വിൻഡോയുടെ പോർഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്, ആൻഡ് ഒരു ഡോറിൻ്റെ പോർഷൻ അവിടെ ഉണ്ട്. ഡോറിൻ്റെ പോർഷന് വേണ്ടിയുള്ള ഏരിയാസ് നമ്മൾ കൊടുക്കണം.
അതിന് മുമ്പ് കുറച്ച് ചെറിയ ഹൈറ്റിൽ ഒരു വിൻഡോ പോർഷൻ നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഡോറിൻ്റെ ഹൈറ്റ് തന്നെ. സോ അതിനുവേണ്ടി ഞാൻ അതിന് വലിയ ഡയൽ മീൻസ് വലുതായിട്ട് ഞാൻ അതിൻ്റെ ഒരു ഡയമെൻഷൻ ശ്രദ്ധിക്കുന്നില്ല. വൈ? ബിക്കോസ് ഇവിടെ നമുക്ക് ഈ ഒരു കട്ടിങ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തതായതുകൊണ്ട്. സോ ഞാൻ ഇതിന് ഈ എഡ്ജ് ചൂസ് ചെയ്യുന്നു ആൻഡ് ഈ എഡ്ജ് ചൂസ് ചെയ്യുന്നു. വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നമുക്ക് ജനൽ പോർഷൻ മാത്രം മതിയല്ലോ. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. സെലക്ട് ചെയ്യുക, ഈ പോർഷനെയും സെലക്ട് ചെയ്ത് ഓപ്പോസിറ്റ് പോർഷൻ സെലക്ട് ചെയ്യുന്നു. ഈ സെൻറ്റർ ഏരിയയിലാണ് എനിക്ക് ഡോർ വരേണ്ടത്. സോ ആ ഡോർ വരേണ്ടിടം വരെ ഞാനതിന് ബ്രിഡ്ജിങ് അല്ല എക്സ്ട്രൂഡ് ആണ് ചെയ്യേണ്ടത്. സോ എക്സ്ട്രൂഡ് വാല്യൂസ് ചൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കിയാൽ കാണാം 100 ആണ് വാല്യൂ കൊടുക്കേണ്ടത്. സോ 100 മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അവിടെ നിൽക്കും. കണ്ടില്ലേ? ഓക്കെ. ആൻഡ് ഇവിടെയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ഈ 2 പോളിഗൺസിനെ സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഡ് ഓപ്ഷൻ കൊടുക്കുക. 100 വാല്യൂ ഓട്ടോമാറ്റിക്കലി വന്നു. എന്നിട്ട് ഇനിയും നമ്മൾ ഡയറക്റ്റ്ലി ഈ പോളിഗൺസ് രണ്ടിനെയും കൂടെ ബ്രിഡ്ജ് ചെയ്താൽ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു കട്ട് പീസ് കിട്ടുന്ന ഒരു പോർഷൻ ഒഴിവാകും. സോ അങ്ങനെ ഒരു ഒഴിവാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മാനുവലി ഒരു കറക്റ്റ് അറിയാനായിട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്ന സമയത്ത് 100 കൊടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നു ഇത് രണ്ടിനെയും കൂടെ ബ്രിഡ്ജ് ചെയ്യും. അപ്പോൾ എന്താ കാര്യം, എനിക്കിവിടെ കട്ട്സ് കിട്ടി, കറക്റ്റ് കട്ട്സ് എനിക്ക് കിട്ടും. അപ്പോൾ അത് താഴത്തേക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഒരു കട്ടൂടെ വേണമെങ്കിൽ, ഇപ്പോൾ 100 നമ്മുടെ കിടക്കുന്നു, ഈ ഇതിൻ്റെ പോർഷൻസ് കുറച്ച് ഇങ്ങോട്ട് നീക്കണമെങ്കിൽ എനിക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാരണം ഇവിടെയും ഒരു ക്ലോസിങ് വേണം. ഒരു കട്ടള കഴിഞ്ഞിട്ട് ആക്ച്വലി പറഞ്ഞാൽ ഇവിടെ 90 കൊടുക്കുവാണെങ്കിൽ കുറച്ച് നന്നാവും. സോ പോളിഗൺ ചൂസ് ചെയ്തു, എന്നിട്ട് എക്സ്ട്രൂഡ് എടുത്തിട്ട് 90 കൊടുക്കുവാണ്. 90 or 95 കൊടുക്കാം. 95 അവിടെ കൊടുത്തു. ആ 95 വേണ്ട, എക്സ്ട്രൂഡ് 100 ഇവിടെ കൊടുത്തതിന് ശേഷം പറ്റില്ലല്ലോ. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ 90 കൊടുക്കുവാണ്. 90 കൊടുത്തു ആൻഡ് പ്ലസ് ചെയ്തിട്ട് ഞാനിവിടെ 10 കൊടുക്കുവാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ കണ്ടോ കുറച്ച് പോർഷൻ എനിക്ക് ഇഷ്ടിക കൊടുക്കാനായിട്ട് പറ്റും മേലോട്ട്. ഓക്കെ, ദെൻ ഇവിടെ ഈ 2 പോർഷനെ ചൂസ് ചെയ്തുകൊണ്ട് എക്സ്ട്രൂഡ് ടു 120 അതിൻ്റെ ടോട്ടൽ ഹൈറ്റ്, ദെൻ എക്സ്ട്രൂഡ് 90. ഇനി ഈ പോർഷനെയും കൂടെ ചൂസ് ചെയ്തിട്ട് ബ്രിഡ്ജ്, ഈ പോർഷനോടെ ചൂസ് ചെയ്തിട്ട് ബ്രിഡ്ജ് ആൻഡ് ഇത് രണ്ടും കൂടെ ചൂസ് ചെയ്തിട്ട് ബ്രിഡ്ജ്. ഓക്കെ, ഡൺ. സോ നമുക്കിവിടെ കാര്യങ്ങൾ റെഡിയായി കിട്ടി. ഓക്കെ, പിടി കിട്ടിയല്ലോ എല്ലാവർക്കും. ഇനി ഉള്ളിലത്തെ ലൈൻസ് വോൾസ് ആക്കുന്ന കാര്യത്തിലൂടെ നമുക്ക് പോകാം. അതിനൊരു കാര്യം ചെയ്യാൻ മതി, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലൈൻ മാത്രം ആഡ് ചെയ്താൽ മതി. ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല.
നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ക്ലിക്ക് അകത്തോട്ട് കയറി നിന്നിട്ടാണ് ഞാൻ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ കൊടുക്കാനായിട്ട്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ലൈറ്റിങ്സ് ആഡ് ചെയ്യുന്ന സമയത്ത്, ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ 3D വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് 3ds Max അല്ലെങ്കിൽ 3D സോഫ്റ്റ്വെയർസിൽ നമ്മൾ ഒരു ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ആക്കിയിട്ട് അത് വെക്കണം. ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിനോട് ടൈറ്റ് ആക്കി ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇടയ്ക്ക് വരുന്ന സ്ലിറ്റ്സ് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സ്ലിറ്റ്സ് ഒഴിവാക്കിയില്ലെങ്കിൽ, കറക്റ്റായിട്ട് സ്ലിറ്റ്സ് ഒഴിവാക്കി ചെയ്തില്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ ഇട്ടിരിക്കുന്ന ലൈറ്റ് ഇപ്പുറത്തെ റൂമിലോട്ട് ആ സ്ലിറ്റ്സ് വഴി കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓക്കെ, സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം ഈ ഒരു പോർഷൻ നമുക്ക് ചെയ്യാം. ഇത് 36 ആയിരുന്നു അതിൻ്റെ ആ ഒരു വിഡ്ത്ത് വന്നിരുന്നത്. സോ ഞാൻ ആദ്യം ലൈൻ എടുത്തു, സ്പ്ലൈൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. സ്പ്ലൈൻ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ആ സ്പ്ലൈനെ ചൂസ് ചെയ്യുന്നു. സ്പ്ലൈനെ ചൂസ് ചെയ്തിട്ട് നേരെ ഔട്ട്ലൈനിൽ വന്നിട്ട് 36 കൊടുത്തു. 36 കൊടുത്തതിന് ശേഷം 1 പ്രസ് ചെയ്തിട്ട് വെർട്ടെക്സ് 1 പ്രസ് ചെയ്തിട്ട് നേരെ പൊസിഷൻ ചെയ്തു. എന്നിട്ട് 2 പ്രസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് നീക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടെ നോക്കാം. ഫസ്റ്റ് വൺ നോക്കാം എങ്ങനെ വരുമെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്തവരോട് പോകാം. സോ ഫസ്റ്റ് വൺ ഗ്രൗണ്ട് ലെവലിൽ തന്നെ നിൽക്കുവാണ്. സോ ഇവിടെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യുമ്പോഴും എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ എക്സ്ട്രൂഡ് 210 എന്നൊരു വാല്യൂ കൊടുത്തിട്ടാണ് എക്സ്ട്രൂഡ് ചെയ്യാൻ പോകുന്നത്. 210 ആൻഡ് ആഫ്റ്റർ ദാറ്റ് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളിഗൺ ആക്ടിവേറ്റ് ചെയ്യുന്നു. മേളത്തെ പോളിഗൺ ചൂസ് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് എക്സ്ട്രൂഡിന്റെ സെറ്റിംഗ്സ് ബോക്സിൽ വരുന്നു ആൻഡ് ദെൻ 90. ഓക്കെ, സോ അത്രയും വന്നു. ഇതെന്തിനാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ലൈനെ ചൂസ് ചെയ്യുന്നു, ലൈൻ എടുക്കുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു. സ്പ്ലൈൻ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഔട്ട്ലൈനിൽ വന്നിട്ട് അവിടുത്തെ ആ ഒരു വാൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ 20 ചെയ്തതിന് ശേഷം കമ്മിങ് ഔട്ട് ഓഫ് ദ സബ് ഡിവിഷൻ മോഡ് ആൻഡ് കറക്റ്റിംഗ് ഇറ്റ് ഇൻ ദ വ്യൂ ടോപ്പ് വ്യൂ പോർട്ട്. ആൻഡ് ഇവിടെ വെർട്ടെക്സ് മോഡിൽ വന്നിട്ട് വെർട്ടെക്സ് മോഡിൽ ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുന്നു ഈ ഒരു പോർഷൻ. സെഗ്മെന്റ് മോഡ് വന്നിട്ട് താഴോട്ട് കറക്റ്റ് ആക്കാനുള്ളത് കറക്റ്റ് ചെയ്യുന്നു, covering the underneath lines. Okay, and then again coming out of the subdivision mode using, ഇപ്പോൾ segments and active ആയിട്ട് segmentsന്റെ shortcuts 2 ആണ്. 2 വീണ്ടും പ്രസ് ചെയ്താൽ will be coming out of the subdivision mode. Okay, then ഇവിടെയും എക്സ്ട്രൂഡ് ആക്ടിവേറ്റ് ചെയ്തു, 210 വന്നു. ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ആൻഡ് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആൻഡ് ദെൻ 4 ക്ലിക്ക് ചെയ്യുന്നു. പോളിഗൺ മേളിലത്തെ സെലക്ട് ചെയ്യാനായിട്ട് പോളിഗൺ സബ്ഡിവിഷനിൽ ചെന്നു ആൻഡ് എക്സ്ട്രൂഡ് ഇവിടെയും എന്താണ് 90 പ്രസ് എൻ്റർ കീ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി വെളിയിലോട്ടാണ് ഇറങ്ങിയിരിക്കേണ്ടത്. ഏതാ ഈ പോർഷൻ. സോ അതിനെ ചൂസ് ചെയ്യുന്നു, 2 പോർഷൻ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്നു വെളിയിലോട്ട്. എത്ര വേണം? എനിക്ക് തോന്നുന്നു 10 വല്ലതും മതിയാവും. നോക്കാം, 10 നോക്കാം. പോരാ, 20 വേണം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ 20 എന്ന് പറയാൻ കാര്യം ഈ വോളിൻ്റെ 20 ആണ്, ഈ വോളിൻ്റെ 10 എനിക്ക് പകുതി ആയിട്ടുള്ളൂ. സോ 10 വാല്യൂ കൊടുക്കാം വീണ്ടും. 20 വീണ്ടും കൊടുത്തു. ടോട്ടലി 20 ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് തമ്മിൽ ഒന്നുകിൽ അങ്ങോട്ട് എക്സ്ട്രൂഡ് ചെയ്യാം, ഈ ലൈനിനെ, ഈ ഒരു ഡോറിൻ്റെ മേളിലത്തെ പോർഷനെ എക്സ്ട്രൂഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ഇതുപോലെ. ഓർ നമുക്ക് ഇതിനെയും ഈ 2 വോളും സെപ്പറേറ്റ് ഓബ്ജക്ട്സ് ആണ്, അതിനെ സെലക്ട് ചെയ്യാം, എങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ സെലക്ട് ചെയ്തു, അറ്റാച്ച് ചെയ്തു, രണ്ടാമതിനെ സെലക്ട് ചെയ്തു ആൻഡ് നമുക്ക് ഈസിലി വിൽ ബി ഹാവിങ് എ couple of polygons here. Control
ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അതിനെ രണ്ടിനെയും ബ്രിഡ്ജ് ചെയ്താലും മതി. കണ്ടോ, നമുക്കൊരു റൂമിൻ്റെ ടോട്ടൽ വോൾ ഇതാ ഇതുപോലെ കിട്ടി. If you want to see separately, see ഇതാ. ഓക്കെ, അപ്പോൾ അതവിടെ റെഡിയായി. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടത്തേക്ക് വേണം. ഇവിടത്തേക്ക് വേണമെന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടാണ് വന്നേക്കുന്നത്, വാൾസ് വന്നേക്കുന്നത്. സോ അതിനെ നമ്മൾ ഇവിടെ വാൾ ഉണ്ട് ഓൾറെഡി, 2 വാൾസിനുള്ള സ്പേസ് കാര്യങ്ങൾ കിടപ്പുണ്ട്. സോ ഫസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യുന്നു ആൻഡ് അറ്റാച്ച് ചെയ്യുന്നു രണ്ടാമത്തെ ആ ഒരു ഷേപ്പിനെയും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, അറ്റാച്ച് ഓഫ് ചെയ്യുന്നു. ദെൻ ഗോയിങ് ടു മോഡിഫൈ ലിസ്റ്റ് എക്സ്ട്രൂഡിനെ ചൂസ് ചെയ്തു. ഇവിടെയും എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഞാൻ 210, അതാണ് എപ്പോഴും സേഫ്റ്റി കേട്ടോ. 210 ആക്ടിവേറ്റ് ചെയ്യുക. 210 വാല്യൂ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അകത്തെ റൂംസ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞ് 210 ആദ്യം കൊടുക്കുക, അതിനുശേഷം 90 കൊടുക്കുക. അതാണ് എപ്പോഴും സേഫ്റ്റി. ഈസിയും അത് തന്നെയാണ്, കൺഫ്യൂഷൻസ് ഒന്നും ഇതേ ഉണ്ടാവില്ല. ദെൻ എക്സ്ട്രൂഡ്, സോ എക്സ്ട്രൂഡ് വാല്യൂ ഷുഡ് ബി 90 സെന്റിമീറ്റർ. ഓക്കെ, അവിടെ നമുക്ക് കാണാം 2 പോളിഗൺസ് അപ്പുറം അപ്പുറം ഉണ്ട്. ഇത് ഓൾറെഡി ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എക്സ്ട്രൂഡ് ചെയ്തത്. സോ അതുകൊണ്ട് എനിക്കിവിടെ വീണ്ടും അറ്റാച്ച് ചെയ്യേണ്ട ഓപ്ഷൻസ് വരുന്നില്ല, പ്രശ്നങ്ങൾ വരുന്നില്ല. സോ ആൻഡ് ഓപ്പോസിറ്റ് പോളിഗൺസ് ചൂസ് ചെയ്തു. ദെൻ ബ്രിഡ്ജ് അവിടെ ഓക്കെ ആയി. ഏതാ ഒരു ടോയ്ലറ്റ് ഏരിയ ക്ലോസ് ആക്കാനുള്ള പോർഷൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ദർ ഈസ് എ സ്മോൾ പ്രോബ്ലം ഹിയർ. എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിതുണ്ട്, ഇത് വല്ലാതെ നീണ്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ എനിക്കൊരു ക്ലോസിംഗ് ഉണ്ട്, ഈ ലൈൻ കാണുന്നില്ലേ, ഇവിടെ ഒരു ക്ലോസിംഗ് ഉണ്ട്. സോ അതിന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്കിത് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്ലോസിംഗ് ആവശ്യമുണ്ടായിരുന്നു. സോ കമ്മിങ് ബാക്ക്, അതങ്ങനെ ഞാൻ ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഒന്ന് വരയ്ക്കുകയാണ്. റെക്റ്റാങ്കിൾ വരച്ചിട്ട് ആ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് ഞാൻ 20 കൊടുക്കും. ആസ് എ റെഫറൻസ് ആണ്. 20 കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ആദ്യത്തെ ഒരു വാളിൻ്റെ പീസിനെ സെലക്ട് ചെയ്തിട്ട് വെർട്ടെക്സ് ആക്ടിവേറ്റ് ചെയ്യും. ഇതിൻ്റെ വെർട്ടെക്സിനെ നിങ്ങൾക്ക് കാണാം. ടോപ്പിൽ ഞാനിത് ചെയ്യുമ്പം ഇതിനെ ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതിൽ നിർത്തും. എന്നിട്ട് വെർട്ടെക്സ് ഓഫ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇവിടെ ഇത്രയും മാത്രമായി 20യുടെ ഒരു സൈസ് കിട്ടി. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാനിപ്പം 2 പോളിഗൺസും ചൂസ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, എക്സ്ട്രൂഡ് ഇപ്പുറത്തോട്ട് ചെയ്താൽ എനിക്കിത് ഇവിടെ അത് ക്ലോസ് ആയി, നേരെ വോളിനകത്തൊരു പിയേഴ്സ് ചെയ്ത് കയറുന്ന പോലെ ആയി. ആൻഡ് ക്ലിക്ക് ഓക്കെ, ആൻഡ് വി ഹാവ് ദ ടോയ്ലറ്റ് ഹിയർ. ആൻഡ് എന്താ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു പോളിഗൺ എക്സ്ട്രൂഷൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത് അതും ഇവിടുന്ന് കിട്ടും. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ എക്സ്ട്രൂഡ് ഓപ്ഷൻ കിട്ടി. ആൻഡ് വി ഹാവ് ഇറ്റ്. എത്ര വേണമെന്നുള്ളത് നമുക്ക് മാനുവലി അവിടെ ചൂസ് ചെയ്യാം. ടോപ്പിൽ പോയിട്ട്, അതാണ് കുറച്ചുകൂടി സേഫ്റ്റി. ടോപ്പിൽ പോയിട്ട് ഇവിടെ എനിക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. വെർട്ടെക്സ് ആക്ടിവേറ്റ് ചെയ്തു. ഓക്കെ, സി അതവിടെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇൻസൈഡിൽ അടുത്ത വോൾ വേണം, അതവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും അടുത്ത വോൾ ഇത് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് വരണം. സോ അതിന് എന്താ ചെയ്യേണ്ടത്, അതിന് ഇനിയിപ്പോൾ എനിക്ക് ഒരു 20 ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക്, എക്സ്ട്രൂഡ് ആൻഡ് 20. അപ്പോൾ അവിടെ എനിക്ക് ഒരു ഓപ്ഷൻ കിട്ടി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും എക്സ്ട്രൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ വന്നാൽ ചെയ്യാനായിട്ട്. സോ ഞാൻ അത് ഓപ്ഷൻസ് ഇവിടെ വേറെ കിടപ്പുണ്ട് ചെയ്യാനായിട്ട്. ഇവിടെ ഒരു വോൾ എക്സ്ട്രാ ചെയ്യാനുണ്ട് ഈ ഒരു പോർഷനിൽ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു രീതി, ഇവിടുന്ന് ഇതിനെ അങ്ങ് റൈറ്റിലൂടെ എക്സ്ട്രൂഡ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോക്കിക്കോ, ഇതിൻ്റെ ഈ താഴെ കാണുന്ന ലൈനിൻ്റെ വിഡ്ത്ത് ഞാൻ നോക്കുകയാണ്. സോ ഇറ്റ് ഈസ് 90. കണ്ടോ, ഇതിൻ്റെ പാരാമീറ്റേഴ്സിൽ നിങ്ങൾ കണ്ടോ, ലെങ്ത് ആൻഡ് വിഡ്ത്തിനകത്ത് ലെങ്ത് കണ്ടോ, 90 കണ്ടോ, 90 ആണ്. മൂവ് ചെയ്യുന്നത് കാണുന്നുണ്ടോ, 90. സോ 90 ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇതിനെ സെലക്ട് ചെയ്തിട്ട്, ഈ വോളിനെ സെലക്ട് ചെയ്തിട്ട് പോളിഗൺ പാരാമീറ്റേഴ്സ് വന്നിട്ട് പോളിഗൺ സബ്ഡിവിഷന് വന്നിട്ട് പോളിഗണിനെ ചൂസ് ചെയ്യുന്നു. ഈ പോളിഗണിനെ ചൂസ് ചെയ്യുന്നു, ഡോറിന് മേളിലുള്ള പോളിഗൺ. ആൻഡ് ദെൻ എക്സ്ട്രൂഡ് ടു ദി വാല്യൂ ഓഫ് 90. ആൻഡ് വീണ്ടും ഒരു എക്സ്ട്രൂഡ് പ്ലസ് ചെയ്താൽ വീണ്ടും ഒരു എക്സ്ട്രൂഡ് കിട്ടും. ആൻഡ് ആ പ്ലസ് ചെയ്തത് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ കൊണ്ടുപോകാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് നേരെ വോളിനുള്ളിലോട്ട് കയറി പിയേഴ്സ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ. ആൻഡ് എന്താ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ താഴത്തെ പോർഷൻ, താഴത്തെ പോളിഗൺ ഏരിയ സെലക്ട് ചെയ്തിട്ട് താഴോട്ട് 210. ഗോട്ട് ദ പോയിന്റ് ഗൈസ്, 210 കൊടുത്തു. ഡൺ. സെപ്പറേറ്റ് വോൾ വരയ്ക്കേണ്ടി വന്നില്ല, അവിടെ ഓൾറെഡി അത് ഫിക്സ്ഡ് ആയി.
ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടിലുള്ള ടോയ്ലറ്റിൻ്റെ ആ ചെറിയ 2 പോർഷൻസ് കൂടെ സെലക്ട് ചെയ്ത് വിടാനുണ്ട്, വാൾസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെയും ഞാൻ വേറൊരു ബോക്സ് ആണ് ഇവിടെ വേറെ സെപ്പറേറ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. സോ റെക്റ്റാങ്കിൾ ഒരെണ്ണം ഇങ്ങോട്ട് വരച്ചു. സോ അതിന് ഞാൻ എത്ര കൊടുക്കണം, വിഡ്ത്ത് 20 തന്നെ കൊടുക്കുന്നു. 20 കൊടുത്തതിന് ശേഷം ഞാനതിനെ കറക്റ്റ് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അവിടുന്ന് എന്താ ചെയ്യാൻ പോകുന്നത്, ഇനിയും ഇതിനെയും എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് 210. ഓക്കെ, കൂൾ. ആൻഡ് ദെൻ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി. ദെൻ പോളിഗൺ ചൂസ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, എക്സ്ട്രൂഡ് 90 അല്ലേ, 90 ആണ്. ആൻഡ് ദെൻ ഇവിടെ വന്നിട്ട് ഇത് ചൂസ് ചെയ്യുന്നതിന് മുമ്പായി ഇപ്പോൾ ഇവിടുത്തെ എനിക്ക് ഡയമെൻഷൻ അറിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. തൽക്കാലം ഞാനൊരു കട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. എക്സ്ട്രൂഡ് വന്നതിന് ശേഷം ചെറിയൊരു ഡിഫറൻസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് കയറി ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചു, കുഴപ്പമൊന്നുമില്ല. ദെൻ വീണ്ടും എക്സ്ട്രൂഡ് ചെയ്തു. ആ എക്സ്ട്രൂഡിനെ കുറച്ച് വാളിനുള്ളിലോട്ട് പിയേഴ്സ് ചെയ്തോട്ടെ, സാരമില്ല. ആൻഡ് ദെൻ കമ്മിങ് ടു ഫൈൻഡ് ഔട്ട് ദിസ് പോളിഗൺ അണ്ടർനീത്ത് എക്സ്ട്രൂഡ്. ഇതിന് എത്ര വാല്യൂ കൊടുക്കണ്ടേ, 210. കറക്റ്റ്. ആൻഡ് നൗ ദർ ഇസ് എ സ്ലൈറ്റ് ചേഞ്ച് ഓഫ് ദ പൊസിഷൻ, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കുറച്ചുകൂടെ വലുതാക്കണം. ഏതിൻ്റെയാണെന്ന് വെച്ചാൽ ഈ ഡോറിൻ്റെ. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിൽ പോയി ചെയ്താൽ മതി. സോ വെർട്ടെക്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു, ഈ ടോട്ടൽ വെർട്ടെക്സിനെ ഡ്രാഗ് ചെയ്യുന്നു, വേറൊന്നുമില്ല, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ഈ പെർസ്പെക്റ്റീവ് വ്യൂസ് നോക്കിയാൽ മതി, ഞാൻ ടോപ്പിൽ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഓക്കെ, coming out of the subdivision mode. So now everything is cool. See guys. Okay, so this is it. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ പിന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻസും, മനസ്സിലാവാത്തവർ അതിൻ്റെ കമൻസിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോയുടെ നെക്സ്റ്റ് വീഡിയോ വേണ്ടി വരുന്നത് വരെ ഗുഡ് ബൈ ഗൈസ്.